അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതായത് വീടിനെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ കുറേ പറഞ്ഞല്ലോ. അതല്ലാതെ ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ വേണ്ട കൺസെപ്റ്റ്സ്, അതായത് എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഹൈ ലെവൽ റിക്വയർമെന്റ് ആണ്. അതായത് ഒരു ജസ്റ്റ് ഒരു വീടിനെ നമ്മൾ എങ്ങനെ റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ ഒരു ലോങ് ടേമിൽ അതിനെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഡെപ്ത് നമ്മളുടെ റിക്വയർമെന്റ്സിനെ പറ്റിയിട്ടാണ്. ഇൻഡെപ്ത് എന്നൊന്നും പറയാൻ പറ്റില്ല, ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കുമല്ലോ വീട് വെക്കുമ്പോൾ. റിക്വയർമെന്റ് ലിസ്റ്റ് അത്ര ഞാൻ ഉദ്ദേശിച്ചു. നമുക്കൊരു വലിയ ഹൈ ലെവൽ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു പ്ലോട്ടിന് എങ്ങനെ ആയിരിക്കണം, നമ്മളെ വീട് എങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണ നമുക്കൊരു വീട് ഉണ്ടാക്കുമ്പോൾ ഒരു റിക്വയർമെന്റ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് എത്ര റൂം വേണം, ഹോള് വേണം, അങ്ങനത്തെ കാര്യങ്ങൾ. അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്ലിയർ കട്ട് പ്ലാൻ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിറ്റ് ഔട്ട് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അവിടെ നിന്ന് പുറത്ത് പോയിരിക്കാം, ഒരു ചായയൊക്കെ കുടിക്കാനുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ സിറ്റ് ഔട്ട് വേണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ലിവിംഗ് റൂം ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒന്ന് വേണ്ട ഒരു ആവറേജ് മീഡിയം ലിവിംഗ് റൂം നിർബന്ധമാണ്. കാരണം ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് അത്രയും ക്ലോസ്ഡ് അല്ലാത്ത ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ ഡീൽ ചെയ്യാൻ ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ. പിന്നെ കിച്ചൺ, ഐലൻഡ് കിച്ചൺ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഐലൻഡ് മാത്രമല്ല, ഓപ്പൺ കിച്ചൺ, ഓപ്പൺ ഐലൻഡ് കിച്ചൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് റൂംസ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് 2 റൂമിന്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മളൊരു സേഫ് സൈഡ് ഒരു റൂമും കൂടി കൂട്ടിയിട്ട് ഒരു ഗസ്റ്റ് റൂമും കൂടി ആഡ് ചെയ്തു. കാരണം ഒന്ന് അച്ഛനമ്മമാർക്കുള്ള ഒരു റൂം, പിന്നെ ഞങ്ങൾക്ക് റൂം, പിന്നെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഒന്ന് മീൻസ് എന്തെങ്കിലും ഇപ്പൊ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു റൂം വേണമല്ലോ, അതിനൊരു ഗസ്റ്റ് റൂം വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസ് റൂം സ്വാഭാവികമായിട്ട് വേണമല്ലോ, അതാണല്ലോ വേണ്ടത്. നമ്മള് പ്രയോറിറ്റി കൊടുത്തൊരു കേസായിരുന്നു. പിന്നെ ഇപ്പൊ ഡൈനിങ് ടേബിൾ, പിന്നെ ഓപ്പൺ കിച്ചണും അതിലൊക്കെ ഇവിടെ എങ്ങനെയായാലും അഡ്ജസ്റ്റ് ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല, ഒരു സ്പേസ് വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പ്രധാന റിക്വയർമെന്റ് നല്ല ഒരു ഫാൻസി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബാർ കൗണ്ടർ ഉണ്ടായാൽ കൊള്ളാന്നുള്ളൊരു ഓപ്ഷന് അതാണ് ആദ്യം മുതലേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായാൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ, മൂവീസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടി ഞങ്ങൾക്ക് ഒരു റൂം കളയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു എവിടെയെങ്കിലും നമുക്ക് സ്വസ്ഥം മീൻസ് നന്നായിട്ട് ഒരു സിനിമ കാണാൻ പറ്റുന്ന ഒരു സ്പേസ് എന്നുള്ള ഒരു രീതിയിൽ. അതായത് നമ്മളെ ലിവിംഗ് റൂമിലെ TV അത് എപ്പോഴും ആക്സസിബിൾ ആയിക്കൊള്ളുന്നില്ലല്ലോ. അതല്ലാത്തൊരു സ്പേസ് അത് നമ്മൾ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസ് ഏരിയ അതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ ചെറിയ ഡാൻസ് ഒക്കെ കളിക്കണം, പാട്ടൊക്കെ പാടണം എന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അവിടെ കളിക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ. നമുക്കിപ്പോ എന്തെങ്കിലും ഒന്നും പ്രാക്ടീസ് ചെയ്യണം, ഞാൻ കളിക്കലില്ല, ഇനി കളിക്കലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വെയിലും മഴയും കൊള്ളാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നമ്മൾ അതും കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കാർ പോർച്ച് വേണം എന്നാ വേണ്ട, ദാറ്റ് മീൻസ് കാർ പോർച്ച് വേണ്ട എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് പകരം വണ്ടി നിർത്താൻ സ്ഥലം വേണേ. അതെ, അതിന് ഞങ്ങൾ കാർ പോർച്ച് എന്ന് വിളിക്കില്ല, ഞങ്ങൾക്ക് ഗാരേജ് മോഡൽ. അതായത് നമ്മൾ ആദ്യം മുതൽ എക്സ്പ്ലോർ ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ഗ്യാരേജ്, എങ്ങനെ ഒരു ഗ്യാരേജ് രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ അത് പോസിബിൾ ആണെന്നുള്ളത്. അത് വെയിലും മഴയൊന്നും കൊള്ളാതെ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം, അതായിരുന്നു നമ്മളൊരു മെയിൻ ഫോക്കസ്, അതായിരുന്നു നമ്മളെ റിക്വയർമെന്റ്. പിന്നെ ആ ഗാരേജിൽ നിന്ന് വീട്ടിലേക്ക് ആക്സസ് കിട്ടാൻ വെച്ചാൽ അതും വളരെ നല്ലതായിരുന്നു. അത് ഒരുപാട് വളഞ്ഞു ചുറ്റിയിട്ടോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിയിട്ട് അകത്തേക്ക് വരിക അതൊക്കെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് എൻട്രി കിട്ടുവാണെങ്കിൽ അത് കൊടുക്കണം എന്നുള്ള ഒരു ഓപ്ഷനും നമ്മൾ റിക്വയർമെന്റ് ലിസ്റ്റിൽ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴവെള്ള സംഭരണി, അതൊരു വലിയൊരു സംഭവമായിരുന്നു. അതായത് മഴവെള്ളം സംഭരിച്ചിട്ട് അതുകൊണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതിയിൽ. കാരണം നമ്മള് കിണറില്ല, പിന്നെന്താ കുഴൽക്കിണറില്ല, പൈപ്പ് വെള്ളം കിട്ടിയിട്ടുമില്ല. അതെ, ജൽജീവൻ മിഷൻ കിട്ടിയിട്ടില്ല. കൊടുത്തിട്ട് 1 വർഷമായി, അപേക്ഷ കൊടുത്തിട്ട് പൈപ്പൊക്കെ വന്നിട്ട് 1 വർഷമായാലും വെള്ളം വന്നില്ല. അപ്പോൾ നമുക്ക് വെള്ളം ആ സമയത്ത് മഴവെള്ളം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയതും. അതായിരുന്നു നമ്മളൊരു റിക്വയർമെന്റ് ലിസ്റ്റ്. പിന്നെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന പോലത്തെ എന്താ പറയാ സോളാർ ചെയ്യണം എന്നുള്ളതായിരുന്നു. അതായത് നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി പ്ലസ് മൊത്തത്തിലൊരു ഗ്രീൻ എനർജി ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. അതായത് പറ്റാവുന്നത്ര നമുക്ക് വലിയ കോസ്റ്റ്ലി അല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോളാർ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പരമാവധി റിസോഴ്സ് കൺസംഷൻ കുറയ്ക്കുക എന്നുള്ളൊരു കൺസെപ്റ്റും നമ്മളെ റിക്വയർമെന്റ് ലിസ്റ്റിൽ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷട്ടിലൊക്കെ പ്ലേ ഏരിയ, പിന്നെ നമുക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം,
അതൊരു വേണമെന്നുണ്ടായിരുന്നു. അതേപോലെ അത്യാവശ്യം നടക്കാനൊക്കെ ഉള്ളത്, ഇപ്പോൾ വയസ്സായ അച്ഛനമ്മമാർക്കും നമുക്കും ഒക്കെ ഒന്ന് നടക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ കുറച്ചൊരു ഏരിയ, അങ്ങനെ അതെല്ലാം നമ്മളെ റിക്വയർമെന്റിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മളൊരു പ്രധാന റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് എയർ കണ്ടീഷനിങ് ചെയ്യാൻ പറ്റണം. അത് ലോ കോസ്റ്റിൽ നമുക്ക് എയർ കണ്ടീഷനിങ് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നുള്ളതും നമ്മൾ ആദ്യം തന്നെ. സെൻട്രലൈസ്ഡ് മോഡൽ ആണെങ്കിലും അത് ഏത് രീതിയിലായാലും നമുക്ക് പവർ കൺസംപ്ഷൻ പരമാവധി കുറച്ച് പെട്ടെന്ന് എഫിഷ്യന്റ് ആയിട്ട് കൂൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ മോഡൽ വേണമെന്നും ഒരു റിക്വയർമെന്റ് ലിസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു ബാൽക്കണി ആയിരുന്നു. കുറേ ബാൽക്കണി ഒന്നും വേണ്ട, ഒരു ബാൽക്കണി. ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു ബാൽക്കണി എന്ന് പറയുന്നത് ഒരു ബാൽക്കണി. പിന്നെ ഓഫീസ് റൂം അത് നിർബന്ധമായിരുന്നു. അത് പിന്നെ എൻ്റെ എപ്പോഴത്തെയും പ്രയോറിറ്റി ലിസ്റ്റിലെ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ മെയിൻ ഒരു സംഭവമുണ്ട്, ഞങ്ങൾക്ക് രണ്ടാളും നിർബന്ധമായും പറഞ്ഞൊരു റിക്വയർമെന്റ് അതാണ്, ഏജ് ഫ്രണ്ട്ലി ആയിരിക്കണം. അതായത് വീൽ ചെയർ ആക്സസ് ഒക്കെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിർബന്ധമായിട്ട് വേണം. അതായത് മുതിർന്നവർക്ക്, കുറച്ച് വയസ്സായവർക്ക് നമ്മൾക്ക് നല്ല ഒരു രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്, അതായത് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ലിസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി സ്റ്റെപ്സ് ഒഴിവാക്കുക. അതായത് ഈസി വാക്ക് വേ എന്നുള്ള രീതിയിൽ, അത് സ്റ്റെപ്പ് കയറുന്നത് ഒഴിവാക്കുക. കാരണം അതാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കേസ്. ബാത്റൂമിലും അങ്ങനെ, അതായത് ബാത്റൂം ഒന്നും സ്റ്റെപ്ഡ് ആവരുത്, ഒരേ ലെവലായിരിക്കണം. അതായത് നമുക്കൊരു വീൽ ചെയർ എല്ലായിടത്തേക്കും ആക്സസ് വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഫ്ലോറിൽ, മീൻസ് ഗ്രൗണ്ട് ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിലല്ല, മുകളിലേക്ക് കയറണം എന്നല്ല, ഒരു ഫ്ലോർ, ഒരു റൂം, ഒരു ബാത്റൂം, അത് വീൽ ചെയർ ഫ്രണ്ട്ലി ആവണം എന്നുള്ളതൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഓൾറെഡി നമ്മൾ പ്ലാനിങ്ങിന്റെ സമയത്ത് തന്നെ എഞ്ചിനീയർമാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ചെയ്യാന്നുള്ളതിനെ പറ്റി ഒരുപാട് ഡിസ്കഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു.